മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. ഇതാണ് മഞ്ചേരി ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിൽ ഭിന്നശേഷി സൗഹൃദം എന്ന് പറഞ്ഞ് നിർമ്മിച്ചിട്ടുള്ള റാമ്പ്. ഭിന്നശേഷിക്കാർക്ക് ഒട്ടും പ്രയോജനകരമല്ലാത്ത ഈ ഒരു റാമ്പ് ഇവിടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാണ്. മഞ്ചേരി ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിൽ ഭിന്നശേഷിക്കാർക്ക് സുഗമമായി കടന്നു ചെല്ലാനാകും എന്ന പേരിലാണ് റാമ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഭിന്നശേഷി സൗഹൃദ റാമ്പ് എന്നത് പേരു മാത്രമേയുള്ളൂ. ഒരാൾ പൊക്കത്തിൽ കുത്തനെ നിർമ്മിച്ച റാമ്പിലൂടെ വീൽചെയറിൽ പരസഹായത്തോടെ പോലും ഭിന്നശേഷിക്കാർക്ക് കയറാൻ കഴിയില്ല. 15 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പൊതു ശൗചാലയത്തിലെ റാമ്പ് ഇതോടെ നോക്കുകുത്തിയാണ്. റാമ്പ് ആരംഭിക്കുന്ന സ്ഥലത്തെ കോൺക്രീറ്റ് ഇളകിപ്പോയതിനാൽ സാഹസത്തിന് തയ്യാറായാലും ഇതുവഴി വീൽചെയറോടെ കയറാനാകില്ല. കോൺക്രീറ്റ് അടർന്നുപോയത് നഗരസഭാ അധികൃതർ അറിഞ്ഞിട്ടു പോലുമില്ലെന്നതാണ് മറ്റൊരു വസ്തുത. നിർമ്മാണം പൂർത്തിയായതു മുതൽ റാമ്പ് വിവാദത്തിലാണ്. സാധാരണ വ്യക്തികൾക്ക് പോലും പോകാൻ ബുദ്ധിമുട്ടുള്ള കുത്തനെയുള്ള ഈ റാമ്പ് വഴി ഭിന്നശേഷിക്കാർ എങ്ങനെ കടന്നു പോകുമെന്ന വിമർശനം പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിരുന്നു. കൈവരിയില്ലാത്തത് മറ്റൊരു പ്രതിസന്ധിയാണ്. ഇതിനൊപ്പം വീതി കുറവുമായതിനാൽ താഴെ വീഴാനും സാധ്യതയേറെയാണ്. ഇനി പ്രയാസപ്പെട്ട് മുകളിലെത്തിയാൽ തന്നെ ശൗചാലയത്തിനുള്ളിൽ വീൽചെയറുമായി കയറാനും ബുദ്ധിമുട്ടാണ്. ഭിന്നശേഷി സൗഹൃദ സമൂഹം സൃഷ്ടിക്കാൻ സർക്കാർ പല പരിപാടികളും നടത്തുമ്പോഴും അതെല്ലാം അവർക്ക് പ്രയോജനകരമാണോ എന്നതുകൂടി അധികൃതർ പരിശോധിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ മുസമ്മിലിനോടൊപ്പം രജിത രാമചന്ദ്രൻ, PTV കേരള.